വളരെ മിടുക്കൻ, വളരെ സേഫായിട്ടുള്ള ആൻസർ. ശരി. സർട്ടിഫിക്കറ്റ് അല്ല, ഈ CPI നിന്നും പലരും വിട്ടുപോയിട്ടില്ല അല്ലേ? ചിലർ വിട്ടുപോയിട്ടുണ്ട്. ഈ വിട്ടുപോകുന്നവരെ നിങ്ങൾ കുലംകുത്തികളെന്നാണോ വിശേഷിപ്പിക്കാറ്? ഞങ്ങൾ അങ്ങനെ ഈ പേരൊന്നും ഞങ്ങൾ സാധാരണ അങ്ങനെ ഞങ്ങളങ്ങനെ പോയവർ പോട്ടെ, വരേണ്ടവർ വരട്ടെ. ഞങ്ങളുടെ പാർട്ടി ഒരു വ്യത്യസ്തമായ ഒരു പാർട്ടിയാണത്. ഞങ്ങളെപ്പോലെ ഇതുപോലെ പരീക്ഷണങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു പാർട്ടി കേരളത്തിലില്ല. ഞങ്ങൾ ചോര വാർന്നൊലിക്കുമ്പോഴും കേരളത്തിലെ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിന്നവരാണ്. ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ ഒരു ഗവൺമെൻറ്റിന് തന്നെ ഞങ്ങൾ ബലി കൊടുത്തവരാണ്. PK വാസുദേവനായരുടെ രാജിയോടുകൂടിയാണ് ഒരു പുതിയ മുന്നണിക്ക് വഴി ഞങ്ങൾ തുറന്നത്. അപ്പോൾ അതുകൊണ്ട് ലാഭവും നഷ്ടവും ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അങ്ങനെ നോക്കുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾക്ക് വലിയ ഭീമമായ നഷ്ടമാണ്. പക്ഷേ പിന്നെ രാഷ്ട്രീയത്തിൽ ലാഭനഷ്ടം മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, ആശയങ്ങളാണ്. അത് നോക്കിയപ്പോൾ കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഒരു വലതുപക്ഷ മുന്നണിയിൽ അധികം കാലം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാൻ പറ്റില്ല എന്ന അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് PK വാസുദേവൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. രാജിവെച്ചു. CPM-ഉമായിട്ട് ചേരുന്ന ഒരു പുതിയ ഇടതുപക്ഷ മുന്നണിക്ക് രൂപം കൊടുത്തു കേരളത്തിൽ. അല്ല, ഇപ്പോൾ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. എന്തിനാ ഈ CPM-ന്റെ ആട്ടും തുപ്പും സഹിച്ചവിടെ? എവിടെ ഈ കോൺഗ്രസ് ഇരിക്കുന്നത്? അനിൽ നമ്പ്യാർ ഈ 5 സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഇവരുടെ എന്താണ് രാഹുൽ ഗാന്ധി പോയി ഹരിജനങ്ങളുടെയും ഗിരിജനങ്ങളുടെയും കുടിയിൽ കിടന്ന് കുടിയോടൊപ്പെല്ലാം കിടന്ന് പെട്ടിക്കടയിൽ ചപ്പാത്തി തിന്ന് എല്ലാം കഴിഞ്ഞിട്ട് എത്ര സീറ്റ് എവിടെ കിട്ടി? 406 സീറ്റിൽ 28 സീറ്റ് കിട്ടിയ ഇവരെ കൂടെ ആര് പോകാനതിന്? ഇവർക്ക് എവിടെ ഭരണം ഇരിക്കണം? ഇവർക്ക് തമിഴ്നാട്ടിൽ ഭരണമുണ്ടോ? ഇവർക്ക് കർണാടകത്തിൽ ഭരണമുണ്ടോ? ഇവർക്ക് ഒറീസയിൽ ഭരണമുണ്ടോ? ഇവർക്ക് ബീഹാറിൽ ഭരണമുണ്ടോ? ഇവർക്കെവിടെ? ബംഗാളിലെ ഒരു അവകാശപ്പെടും. ബംഗാളിൽ മമതാ ബാനർജിയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ UP അടക്കമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ സുവർണകാലം കോൺഗ്രസ്സിന് കഴിഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ് ഇല്ല, UPA എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ കോൺഗ്രസ് എന്നൊക്കെ ഈ കേരളത്തിൽ കുറച്ച് ആളുകൾ പറഞ്ഞല്ലാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയണത് മൻമോഹൻ സിംഗ് എന്ന് വെച്ചാൽ UPA പ്രൈം മിനിസ്റ്ററാണ്. UPA 2 കോൺഗ്രസ് അല്ല. അല്ല, എന്നാലും രണ്ടാമതും ഭരണം നയിക്കല്ലേ? അല്ല, ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലും ഭരണം നയിക്കുകയാണ്. അതെ, അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ച് നിർത്താത്തതിൻ്റെയും പോരായ്മകളാണ് ഞങ്ങളുടെ 2 പാർട്ടി കോൺഗ്രസ്സിൽ ഇപ്പോൾ ചർച്ച ചെയ്തത്. അല്ല, ഇവിടെ ഐക്യമില്ലായ്മയല്ലേ പ്രധാന പ്രശ്നം അല്ലേ? LDF-ൽ ഐക്യമുണ്ട്. LDF-ൽ നല്ല ഐക്യം. എവിടെ ഐക്യം? ഞങ്ങൾ LDF-ന്റെ നിങ്ങൾ തന്നെ പറയാണ് CPM വലിയേട്ടൻ മനോഭാവമാണ് കാണിക്കുന്നത്. അത് ഞങ്ങൾ സഹിച്ചൊക്കെ അങ്ങനെ അവരുടെ പാർട്ടി ടു പാർട്ടിയുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളും നിലപാടുകൾ അത് മുന്നണിയുടെ അകത്ത് എല്ലായ്പ്പോഴും ഉണ്ട്. ഇപ്പോൾ എന്താ മമതാ ബാനർജി സോണിയാഗാന്ധി പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ ഇപ്പോൾ അവർക്കൊരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് നോമിനേഷൻ ഇപ്പോഴും ഇല്ലല്ലോ. അതൊക്കെ മുന്നണി സംവിധാനത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഉണ്ടെന്ന് കരുതിയാൽ ഞങ്ങളതൊക്കെ മുന്നണി ഉണ്ടാക്കുന്നത്. പൊതുവായ ജനങ്ങളുടെ കാര്യത്തിൽ മാത്രമുള്ള യോജിപ്പേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ വ്യക്തിത്വം നിലനിർത്താനുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ അവർ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുന്നണിയിലിരിക്കുക. മുന്നണി ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ, കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ വിലക്കയറ്റം, കേരളത്തിലെ ജനങ്ങളുടെ മുൻപോട്ടുള്ള ഗതി, ഇതിനെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ചർച്ചകൾ എല്ലാവരും യോജിക്കുന്നു. ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നില്ലല്ലോ. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന എത്ര പാർട്ടികളുണ്ട്? ഇവിടെ എല്ലാം വളരെ ചീപ്പ് പൊളിറ്റിക്സിന് വേണ്ടി. ഞാൻ അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കം CPI, CPM അല്ല ദേശീയ പാർട്ടികളാണ്, RSP, കേരളത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണത്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ കാലത്ത് കേരളത്തിൻ്റെ
വികസനത്തിൻ്റെ അടിത്തറ, വളരെ ഇൻഫ്രാസ്ട്രക്ചർ പലതും ഞങ്ങൾ കുറച്ച് വേഗത്തിൽ തീർക്കാൻ നോക്കിയതാണ്, തീർന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്, അതിൻ്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ഇപ്പോഴും കേരളത്തിലെ ഏത് രാജ്യം, ഏത് സംസ്ഥാനത്തിലെ ഒരു പുതിയ വികസനം വരണമെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻ്റൽ, മറ്റേത് ഫോറസ്റ്റിൻ്റെ, അങ്ങനെ നിരവധി അവരുടെ പെർമിഷൻ വേണം കേന്ദ്രത്തിൻ്റെ. ഇപ്പോൾ ഒരു കൊല്ലമായി അതൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ സ്മാർട്ട് സിറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആ വിവാദത്തിൻ്റെ ബേസ് എന്താണ്? സ്മാർട്ട് സിറ്റി കേരളത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ നോക്കി. അതിന് ഞങ്ങൾ ചേർത്തു. റിയൽ എസ്റ്റേറ്റ് പറ്റില്ല, ഞങ്ങൾ പറയുന്ന കണ്ടീഷനിൽ നിൽക്കണം. ഒടുവിൽ അവർ നിന്നു. ധാരാളം മാറ്റങ്ങൾ അതിൽ വരുത്തി. ഇപ്പോൾ എന്തായി? ഒരു കൊല്ലത്തിനത് തീർക്കുമെന്നല്ലേ പറഞ്ഞത്. സ്മാർട്ട് സിറ്റി LDFൻ്റെ കാലത്തുണ്ടായതിനപ്പുറത്ത് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ അവിടെ. എല്ലാവരും കണ്ടെയ്നർ അത് ഞങ്ങളുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. കണ്ണൂർ, പിന്നെ താങ്കളുടെ നാട്ടിലെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എനിക്ക് നേരിട്ട് അവിടെ പോയി ഇറങ്ങാം. ഞങ്ങളുടെ കാലത്ത് ഫാസ്റ്റ് ട്രാക്കിലാക്കി സ്ഥലമെടുത്തിട്ടതാണ്. നിങ്ങൾ പാലക്കാട്ട് കഞ്ചിക്കോട് മറ്റേ റെയിൽവേ ഒരു വർഷമല്ലേ ആയുള്ളൂ, സാവകാശം കൊടുക്കൂ. അത് ശരി. അല്ല, ഇവർ പറഞ്ഞെന്താ, അന്ന് ഞങ്ങളെ കുറെ കൂടി ഈ പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി സഹായിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം തീർക്കാം. ഇദ്ദേഹം കേന്ദ്രത്തിൽ ഇടപെട്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സമരത്തിലായത്. അങ്ങനെ ചെയ്യുമോ ഉമ്മൻചാണ്ടി? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ കാലത്ത് മണ്ണെണ്ണ വെട്ടി കുറച്ചു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, ഞാൻ പോയി കണ്ടു. അദ്ദേഹം നിങ്ങളുടെ വർത്തമാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ നേരിട്ട് ചോദിക്കൂ. ഞാൻ ജീവിച്ചിരിക്കില്ല, അദ്ദേഹം ഉണ്ടല്ലോ. കേരളത്തിലെ വിലക്കയറ്റം തടയാനുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിലൊരു 25% സാമ്പത്തിക സഹായം കേന്ദ്രം തന്നാൽ കേരളത്തിൽ ഒരു കാലത്ത് സ്റ്റേബിൾ പ്രൈസ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ആ സ്കീമോട് ചവറ്റുകൂട്ടി കളഞ്ഞിട്ട് അവർ പറഞ്ഞു ഇങ്ങനൊരു സ്കീമേ ഇന്ത്യയിലില്ല. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. മണ്ണെണ്ണ ഞങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ല. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു IOCയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി 45 രൂപയ്ക്ക് ലിറ്ററിന് വാങ്ങി 20 രൂപ സബ്സിഡി ഇട്ട് 25 രൂപയ്ക്ക് വിതരണം ചെയ്യാനുള്ള IOCയുമായിട്ട് ഞങ്ങൾ കരാറുണ്ടാക്കി. ബഡ്ജറ്റിൽ 20 കോടി രൂപ മാറ്റിവെച്ച് തീർന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. മണ്ണെണ്ണ അന്ന് വെട്ടി കുറച്ചു. അറിയില്ല ഇപ്പോൾ എന്തായിരിക്കണേ, അടുത്ത മാസം കേരളത്തിന് കിട്ടേണ്ട മണ്ണെണ്ണയിൽ 1600 ലിറ്റർ ഇപ്പോൾ അഡ്വാൻസ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് വരെ കേരളത്തിൽ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങളും കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിച്ച് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ. ഞാനടക്കം മുഖ്യമന്ത്രി പോയി ഡൽഹിയിൽ റോഡിലിരുന്നില്ലേ അരിക്ക് വേണ്ടി, എന്നിട്ട് എന്നില്ല. ഇപ്പോൾ KV തോമസ് എന്താ പറയണേ, ഇഷ്ടംപോലെ അരി കൊടുക്കാമെന്നല്ലേ. ഈ അരി നേരത്തെ ഇല്ലായിരുന്നോ? അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ പ്രതികാരം, അവരും ഒരു എന്താണ് അതിപ്രസരം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അതിപ്രസരവും കേരളത്തിൻ്റെ ഇടതുപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടല്ലാതെ ഇവിടെ വികസന പ്രവർത്തനം നടക്കില്ല. സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ അതിലോട്ടേക്ക് കടക്കുന്നില്ല. ഈ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് തുടരുമോ? കാരണം അദ്ദേഹം ചില ധീരമായ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിട്ട് നിർദ്ദേശിക്കപ്പെട്ട പാർട്ടിയാണ് അതിന് മറുപടി പറയേണ്ടത്. അല്ല, അതിൽ ഈ തർക്കം പരിഹരിക്കാൻ RSP നേതാവ് പോയിട്ടുണ്ട്. CPI നേതൃത്വം മിണ്ടുന്നില്ല ഇതിൽ. ഇല്ല, അത് ഞങ്ങളെ സാധാരണ മറ്റ് പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടില്ല. പക്ഷെ അത് ഇടതുമുന്നണിയെ കൂടി ബാധിക്കില്ലേ? ഇടതുമുന്നണിയെ ബാധിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാനോ അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമോ അവർ മാറ്റുമോ, അതെല്ലാം അവരുടെ CPMൻ്റെ അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ ഒരു പാർട്ടിയല്ലേ, അവരതൊക്കെ ആലോചിക്കണം എന്തായിരിക്കണം ഭാവി കാര്യങ്ങളൊക്കെ. ആ ഒരു ഉത്തരവാദിത്ത ബോധം അവർക്കില്ലല്ലോ.
അവർക്കുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ അങ്ങനെ ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം വഷളാവട്ടെ എന്ന് തന്നെ അല്ലേ? അല്ല, അതുവരെ കാത്തിരിക്കും. ഇല്ല, ഇല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു സമയമാവട്ടെ. സമയമാകുമ്പോൾ ഒരു ഏത് കാര്യത്തിനും അതിൻ്റേതായ ഒരു സ്വാഭാവികമായ സമയമുണ്ട്. ഒരു സയൻസിൽ തന്നെ പറയുന്നത് ഒരു മെച്യൂരിറ്റി വരുന്നൊരു സമയമാവട്ടെ. ഇപ്പോൾ ചടാന്ന് ചാടിക്കയറി ഒരു വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ വർത്തമാനത്തിൽ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കേരളത്തോട് മുഴുവൻ, ഇന്ത്യയോട് മുഴുവൻ, ലോകത്തുള്ള എല്ലാ മലയാളികളും കേൾക്കും. അപ്പോൾ അങ്ങനെ ചാടിക്കയറി ഒരു കാര്യങ്ങൾ പറയേണ്ട സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടിയുടെ അകത്ത് അഭിപ്രായങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, LDFനകത്ത് വരും, മുന്നണികൾക്കകത്തൊക്കെ വരും. അത് ചർച്ച ചെയ്ത് എല്ലാം ശാന്തമായി തീരും. ഞങ്ങളുടെ പ്രതീക്ഷ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുകയും കേരളത്തിൽ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പിണറായി വിജയൻ സംസാരിച്ച അതേ ലൈനിലാണ് താങ്കൾ സംസാരിക്കുന്നത്? അല്ല, ഞങ്ങളുടെ LDFൻ്റെ സംസാരമാണത്. അല്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെയല്ലേ? ഒരു ഭരണമാറ്റത്തിന് വേണ്ടി മുൻകൈ എടുക്കുമോ, ശ്രമിക്കുമോ? അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ UDFന് നിൽക്കാൻ പറ്റില്ല. അപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയായിരിക്കാനുള്ള സർവ്വ യോഗ്യതയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് ഈ രാജ്യത്ത് പറഞ്ഞാരാ? കേരളത്തിലെ NSSന്റെ കേന്ദ്രമാണ്. ഞങ്ങളാണോ പറഞ്ഞത്? അല്ല, അതൊരു നായർ സ്നേഹം കാണിച്ചല്ലേ? ഞങ്ങളല്ല. അപ്പോൾ വേറെ എവിടെയോ മുഖ്യമന്ത്രിമാർ പതുങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതല്ലേ രണ്ടാമത്തെ കാര്യം. ഇദ്ദേഹം എന്തിനാണ് ഈ രാജ്യത്ത് ഒരുപാട്, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അനിൽ നമ്പ്യാർ വളരെ ചെറുപ്പമാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഏത് മുഖ്യമന്ത്രിയാണ് വകുപ്പ് ആഭ്യന്തരം എടുത്ത് വേറൊരാളിന് കൊടുക്കുന്നത്? ആരും അറിയാതെ. ഇത് രാഖി രാമായണ വകുപ്പ്. അയാൾ അത്രയും ഉദാര മനസ്കനും ദാനശീലനുമാണ്. അതായത് മുഖ്യമന്ത്രി ദാനശീലനായിട്ട് കാര്യമില്ല. റൂൾ ഓഫ് ബിസിനസ് അനുസരിച്ച് എക്സിക്യൂട്ടീവ് പവറിൻ്റെ നമ്പർ 1 ചീഫ് എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റിലെ. അത് ദാനശീലത്തിൻ്റെ കാര്യമൊന്നുമില്ല. പവർ എക്സസൈസ് ചെയ്യണം. അല്ല, അപ്പോൾ അച്യുതാനന്ദ മുഖ്യമന്ത്രിയായി ഇപ്പം ആഭ്യന്തര കൈകാര്യം ചെയ്തത്? അല്ല, ആഭ്യന്തരം അന്ന് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴേ ആഭ്യന്തരം ഇല്ല. അച്യുതാനന്ദ മുഖ്യമന്ത്രിയായി വന്ന് 5 ദിവസം കഴിഞ്ഞ് രാത്രി കൈമാറ്റം ചെയ്തതല്ലാതെ. അത് ആദ്യം പീഡിപ്പിച്ച് ഒരു വശത്താക്കിയതല്ലേ? അല്ല, ചോദ്യം ചോദിച്ചാ പറഞ്ഞതാണ്. ഇത് അദ്ദേഹം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആഭ്യന്തര വിജിലൻസ് എടുത്ത് ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ഒരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് കൈമാറി. വല്ല കാര്യമുണ്ടോ? ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ വിജിലൻസ് എന്തിനു കൈമാറി? വിജിലൻസിൻ്റെ കോടതി, തിരുവനന്തപുരം ജില്ലാ കോടതി ഒരു കമൻറ്റ് പാസ്സാക്കിയതിൽ അപവാദങ്ങളുണ്ട്, ഒരുപാട് വാദപ്രതിവാദങ്ങളുണ്ടായി. അതിലൊന്നും ഒരു വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം തന്നെ തെളിയിച്ചു, ഞാൻ ഇന്നെ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് യോഗ്യതയല്ല, കൊടുത്തു. ഇപ്പം എന്താ ആഭ്യന്തര അദ്ദേഹത്തിന് കൈമാറി? എന്താ വല്ല കൊലക്കേസ് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? എന്തിനു കൈമാറി? അതിൻ്റെ അർത്ഥം NSSന് തൃപ്തിപ്പെടുത്താൻ. അതല്ല, അദ്ദേഹം എന്തോ ഈ കേരളത്തിലെ UDFന് സ്ഥിരതയില്ല എന്ന് തോന്നിയ ആദ്യത്തെ ആള് കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. അല്ല, അപ്പം LDF എന്ത് ചെയ്യും? ഗാലറിയിൽ ഇരുന്ന് കളി കാണോ? ഇല്ല. ഇത് ജനാധിപത്യത്തിൽ എന്താ ചെയ്യാൻ കഴിയുന്നത്? ഭരണാധികാരത്തിൽ ഇരിക്കുന്ന ആളിൽ പോകുമ്പോൾ ഗവർണർ ഭരണഘടന അനുസരിച്ച് അടുത്ത ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മുന്നണിയെ ക്ഷണിക്കും. ഈ ചാക്ക് നീട്ടാതെ തന്നെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും. ഞങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് സ്വാഭാവികമായ തകർച്ചയിൽ പോയാൽ നിയമസഭ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഗവർണറുടെ ഭരണഘടനാ ബാധ്യതയുണ്ട്. പ്രതിപക്ഷത്തിന് വിളിച്ച് ആലോചിക്കുക. ഞങ്ങൾ വിളിച്ച് ആലോചിക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. അല്ല, ഏതെങ്കിലും UDF നേതാവിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണോ ഈ കരുനീക്കം? അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആർക്കും ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. ചിലരൊക്കെ കുപ്പായം തുന്നി തുടങ്ങിയെന്ന് കേട്ടു. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് LDFൽ ഒരുപാട് ഘടകകക്ഷികളുള്ളതാണ്. ഏതെങ്കിലും ഒരു കക്ഷി പറഞ്ഞെന്ന് വിചാരിച്ചൊന്നും കാര്യം നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞത് ശരി തന്നെ. എന്തുവാ തുടക്കത്തിൽ CPIക്ക് താല്പര്യമില്ല, പക്ഷേ വലിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ആലോചിക്കണം. എല്ലാവരും കൂടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു ബാധ്യത ഇല്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായ രാഷ്ട്രീയ മുന്നണിയും ഭരണക്കാരുമാണ് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ അവരെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇന്ന് LDF ആണ്, ഇടതുപക്ഷ മുന്നണിയാണ്. അത് കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത്.
അപ്പോൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി വർത്തമാനത്തിന്.